വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ സുസ്മിതയുടെ ആ ഒരു ആശ്രമത്തിലേക്ക് ജോൺ ആണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം വാതിൽക്കൽ നിന്നിട്ട് അകത്തേക്ക് വരാമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വരാം, ഇവിടെ ഒരു ഒളിവ് മറയൊന്നുമില്ല, അങ്ങനെയുള്ളവരെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരാൾക്കൊരു മൂക്കുകയറിടണം, അതിന് ജോണിൻ്റെ ഒരു സഹായം വേണം, അതിനാണ് ഞാൻ വിളിച്ചു വരുത്തിയത്, എന്താ മൂക്കുകയറിട്ട് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേണ്ടി വന്നാലിടാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ ആ കസേരയിൽ നിന്ന് താഴെ ഇറക്കണം, എത്ര നാളായി അവൾ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അവളെ താഴെ ഇറക്കിയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ശാലിനി എന്നിങ്ങനെ ജോൺ പറയുന്നുണ്ട്. അന്നേരം പിന്നെ അതെ അവൾ തന്നെയാണ്. പിന്നെ അന്നേരം ഈ ജോൺ പറയുന്നുണ്ട്, എൻ്റെ മുമ്പിലാണെങ്കിൽ പാമ്പുണ്ട്, അതിനെ തല്ലിക്കൊല്ലാനൊരു വടിയാണ് വേണ്ടത്, ആ വടി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരുപാട് അടിയൊന്നും അടിക്കണ്ട, ജോൺ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അവൾ ആ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചാണകവെള്ളം തളിച്ച കളക്ട്രേറ്റ് മുഴുവനൊന്ന് ശുദ്ധിയാക്കണം, എന്നിട്ട് അവളിരുന്ന ആ കസേരയിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് നാൾ ജോൺ ഒന്ന് ഇരിക്കണം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അവൾക്ക് കൊടുത്ത അടിയുടെ നോവ് അവൾക്ക് കൂടുതൽ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ജോൺ ആ കസേരയിൽ ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ജോൺ ആണെങ്കിൽ അങ്ങ് ആകപ്പാടെ സന്തോഷമാകുന്നുണ്ട്. അതിനുള്ളൊരു മരുന്നായിട്ടാണ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ ജോണിനെ വിളിച്ചതെന്ന് പറഞ്ഞ് മേശയുടെ ട്രായിൽ നിന്ന് ഒരു പൊതി എടുത്ത് ഇങ്ങനെ ജോണിന് നേരെ വയ്ക്കുകയാണ്. അന്നേരം ജോൺ അതങ്ങ് എടുക്കുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് നോട്ടായിരിക്കുമല്ലേ, ട്രൈയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് തുറന്ന് നോക്കാൻ തുടങ്ങുമ്പോൾ അരുതെന്ന് പറയുകയാണ്. ഇത് നോട്ട് തന്നെയാണ്, പക്ഷേ ജോണിനുള്ളതല്ല, അത് ശാലിനിക്കുള്ളതാണ്, ഇത്രയും നാളും നാട് ഭരിച്ചതല്ലേ, കളക്ടർക്ക് നമ്മളൊരു ചെറിയ പാരിതോഷികം നൽകണ്ടേ എന്ന് പറയുകയാണ്. കൈക്കൂലി കേസിൽ കളക്ടർ അറസ്റ്റിൽ, ശാലിനി അറസ്റ്റിൽ, അത് ഒന്ന് കേൾക്കാനായിട്ട് കാതിനെ കൂർപ്പിച്ച് വെച്ചോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ജനത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ആൾക്കാരെ കൂടെ വെക്കണം, അവൾക്ക് ചെരുപ്പ് മാല ഇടാനായിട്ട്, അത്രയ്ക്ക് അവൾ നാണം കെട്ട് പോകണം എന്നിങ്ങനെ പറഞ്ഞ് അതിനുവേണ്ടി സുസ്മിത തയ്യാറായി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ, സുഹാസിനി എന്നാണ് പറയുന്നത്, തയ്യാറായി കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ സുസ്മിത ഇരിക്കുകയാണ്. അന്നേരം മനക്കോട്ട കെട്ടി ജോണും അടുത്തിരിക്കുന്നുണ്ട്. അന്നേരം ഈ ഒരു നോട്ട് ശാലിനിയെ കൊണ്ട് ശാലിനി വാങ്ങിയതാണെന്ന് വെച്ചിട്ട് ശാലിനിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണ് അവർ ചെയ്യുന്നതൊക്കെ. അതിനുശേഷം കാണിക്കുന്ന ഗാർഗിയുടെ കിച്ചൺ ആൻഡ് റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പിന്നെ ശാരികയാണെങ്കിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ആ പ്ലേറ്റ് കഴുകി വയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ അത് ഒരുപാടാകുമെന്ന് പറഞ്ഞ് ശാരികയെ അകത്തേക്ക് പറഞ്ഞു വിടുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ അരുണയാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ആ വക്കീൽ വന്നാട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങോട്ടിരിക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരാണ്ട്, എന്നിട്ട് ഓർഡർ ചെയ്യാം, പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. ഈ സമയത്ത് പിന്നെ ശാലിനിയാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ഈ ശാരികയാണെങ്കിൽ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോഴാണ് ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശാലിനി ഇറങ്ങുന്ന കാണുകയാണ്. അന്നേരം പേടിച്ചാകെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം കളക്ടറാണോ കാത്തിരുന്നതെന്ന് പിന്നെ ഗാർഗി ആൻറ്റി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അറിയുമെന്ന്. അന്നേരം ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അന്നേരം രണ്ടുപേരും അങ്ങോട്ടത്തേക്ക് ഇരിക്കുമെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി അപ്പുറത്തേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ഗാർഗി ആണെങ്കിൽ ഇങ്ങനെ തിരികെ കിച്ചണിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ശാരിയോട് പറയുന്നുണ്ട്, കളക്ടറും വക്കീലുമാണ് വന്നിരിക്കുന്നത്, അവരോട് അടുത്ത് ചെന്ന് സ്നേഹത്തോടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ച് ടേബിൾ മാനേഴ്സാണ് ആദ്യം പഠിക്കേണ്ടത്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുക. അന്നേരം ശാരിയൊക്കെ ആണെങ്കിൽ പോകാനും വയ്യ. പെട്ടെന്ന് ശാരി ഒരു കള്ളം പറയണം, എനിക്കെന്തോ തലവേദന പോലെ, പ്രഷർ കുറഞ്ഞാണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ എങ്കിൽ മോൾ ഇരുന്നോളൂ, പ്രഷറിൻ്റെ ആയിരിക്കും, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗാർഗി പോവുകയാണ്. അതേസമയം അവരെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അരുണ ചോദിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, സത്യാമ്മ നിന്നെ കാണാനായിട്ട് വന്നിരുന്നു എന്ന്. അന്നേരം കേസ് ഏൽപ്പിക്കാനാകും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതെ, പക്ഷേ ഞാൻ ഏറ്റെടുത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ മകൻ്റെ കുട്ടികളെ പിടിച്ചു വച്ചിരിക്കുകയാണ്, അവർ വിട്ട് കിട്ടണം എന്നാണ്, പക്ഷേ ഞാൻ ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഏറ്റെടുക്കാമായിരുന്നില്ല, അപ്പോൾ എനിക്ക് വേറൊരു വക്കീലിനെ മിടുക്കനായ ഒരു വക്കീലിനെ നോക്കാമായിരുന്നല്ലോ. അന്നേരമാണെങ്കിൽ ഈ സമയത്ത് ഗാർഗി ആണെങ്കിൽ ചായ കൊണ്ടുവരുന്നുണ്ട്, രണ്ടുപേർക്കും കൊടുക്കുകയാണ്. കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് പറയാം, തൽക്കാലം ചായ മതി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് കൊണ്ടുവരുന്നതൊക്കെ. അന്നേരം ഈ ശാരിക ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അരുണ ചോദിക്കുന്നുണ്ട്, പുതിയ സ്റ്റാഫിനെ കണ്ടില്ലല്ലോ. അന്നേരം അതിനൊരു തലവേദന പോലെ, ഒരുപാട് സങ്കടങ്ങളുള്ള കുട്ടിയാണ്, ഞാനിവിടെ പിടിച്ച് നിർത്തിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഗാർഗി ആൻറ്റിക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ കൂടുതൽ സങ്കടമാവുമെന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും കർത്താവ് എന്തായാലും ഫലം തരും, അതിപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത്, മോശം ചെയ്താൽ മോശം തരും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ശാലിനി പറയുന്നുണ്ട്, ഇരിക്കുന്ന എല്ലാവരും പിന്നെ സങ്കടങ്ങളിലൂടെ പോകുന്നവർ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ ഓരോരോ വിഷമങ്ങൾ തന്നെയാണ്, കുട്ടികളുടെ കാര്യം, വീട്ടിലെ കാര്യം, കുടുംബകാര്യം എല്ലാം, പക്ഷേ ചുറ്റും എല്ലാം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. അന്നേരം ശാരികയാണെങ്കിൽ ഇത് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം ശാരികയ്ക്ക് വിഷമമാവുന്നുണ്ട്.
അതിനുശേഷം സത്യഭാമ വിളിച്ച് വരുത്തിയിട്ട് അർജുനാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സത്യഭാമ വിളിച്ചു പറഞ്ഞപ്പോൾ കാര്യം കാണണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, എന്താണെന്ന് പറഞ്ഞില്ല. അന്നേരം വീട്ടിൽ വെച്ച് പറയാനായിട്ട് കഴിയില്ല, രാഘവേട്ടൻ എന്തെങ്കിലും മുടക്ക് പറയും, അതുകൊണ്ടാണ് ഇങ്ങോട്ടത്തേക്ക് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. കൂടെ പിള്ളയും രോഹിത്തും ഒക്കെ ഉണ്ട്. എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, പ്രീതി ഉണ്ടല്ലോ, അവളാണ്. അതിനു മുന്നേ പറയുന്നുണ്ട്, പക്ഷേ ബാധിക്കേണ്ടതും ജയിക്കേണ്ടതും ഒക്കെ സ്വന്തം രക്തങ്ങൾ കൂടെ നിന്നവരും ഒക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് നിന്നെ ഇത് ഞാൻ ഏൽപ്പിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ ഭാര്യ പ്രീതി ഉണ്ടല്ലോ, വിദേശത്തുനിന്ന് വിളിക്കുമ്പോൾ അപ്പോൾ അവളുടെ പൊന്നാങ്ങളയ്ക്ക് പറ്റിയ ചതി എന്താണെന്ന് നീ അങ്ങോട്ട് പറയണം, അവളുടെ ഉണ്ടായിരുന്നെങ്കിൽ നെഞ്ചു പൊട്ടി ചാവുമായിരുന്നു, അങ്ങനെ ഒരു വാർത്തയാണ് എനിക്ക് പറയേണ്ടതെന്ന് പറയുമ്പോൾ എന്താ സത്യമേ പറയുന്നതെന്ന്. അന്നേരം വിഷ്ണുവിനെ എന്താ രോഹിത്തെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അവളുടെ പ്രിയ കൂട്ടുകാരിയാണെങ്കിൽ അവളുടെ ആങ്ങളെ സഹോദരനെ ചതിച്ച കഥ അതാണ് എനിക്ക് പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ രോഹിത്തല്ല അർജുൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യമ്മ കാര്യം പറഞ്ഞില്ല, എന്താ രോഹിത്ത്, എന്താ സത്യമേ പറയുന്നത്, വിഷ്ണുവിനെ കാണാതായി എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താ വിഷ്ണുവിന് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വിഷ്ണു എൻ്റെ മകൻ പോയി, അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്തായി പറയുന്നതെന്നും പറഞ്ഞ് അർജുൻ ആകെ ടെൻഷനാകുന്നുണ്ട്. അന്നേരം സത്യമാണ്, അവൾ കൊന്നതാരാണെന്ന് അറിയണ്ടേ, ശാലിനി, അവളാണ് കൊന്നത്, യക്ഷിയാണ് അവൾ, വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവൾ എൻ്റെ മകൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞ് ആ സുസ്മിത വന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ അർജുനോട് പറയുകയാണ്. അന്നേരം പിള്ളയും രോഹിത്തും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അർജുനാണെങ്കിൽ ഇത് കേട്ട് ആകെ ഷോക്കിൽ ഇങ്ങനെ കാറിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി അവൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കണം, അതിനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്, അതിന് നിന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യാമ്മ പറഞ്ഞിടത്തോളം എത്രയോടത്തോളം പിന്നെ വിശ്വാസയോഗ്യമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വിഷ്ണുവിനെയും ശാലിനിയെയും പോലെ ഒരു ദമ്പതികളെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന. എനിക്കറിയാവുന്ന ശാലിനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല, അവർ വലിയ ഇഷ്ടത്തിലല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവൾ ചെയ്തത് ചതി തന്നെയാണ്. അവൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് അഡ്വക്കേറ്റ് അരുണ കൃഷ്ണമൂർത്തിയാണെന്ന് പറയുമ്പോൾ അരുണയാണോ, പിന്നെ വക്കീലന്മാരുടെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണെന്ന് പറയുമ്പോൾ ആ പട്ടം താഴണം, അതിന് നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, ഇത് സ്വന്തം ചോരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, നിന്നെക്കൊണ്ട് എഴുതാൻ അമ്മയുടെ പിന്നെ വാക്കുകളാണ്, അമ്മയുടെ പിന്നെ നീതി കിട്ടാനുള്ള ഒരു അമ്മയുടെ വാക്കുകളാണ്, ഇത് നീ ഏറ്റെടുക്കണം, നീ എന്നെ സഹായിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കേസ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ, എന്താണെന്നൊക്കെ അന്വേഷിക്കട്ടെ എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട്. അന്നേരം അന്വേഷിക്കാനൊന്നുമില്ല, നീ തന്നെ ഇത് ചെയ്യണം, അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, നിൻ്റെ പിന്നെ സഹോദരനല്ലായിരുന്നോ വിഷ്ണു, അപ്പോൾ അവന് വേണ്ടി നീ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് സത്യഭാമയും കരയുമ്പോൾ അർജുനാണെങ്കിൽ ഇങ്ങനെ ഭാമയുടെ കൈ പിടിച്ചിങ്ങനെ ഉറപ്പെന്ന പോലെ കൊടുക്കുന്നുണ്ട് ചെയ്യാമെന്നുള്ളതായിട്ട്. പക്ഷേ അവിടെ സത്യഭാമ പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് അർജുൻ വിശ്വസിക്കുന്നത്, പക്ഷേ വിഷ്ണു മരിച്ചു എന്നുള്ള വാർത്ത അർജുനിൽ നല്ല ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ശാലിനി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് അർജുൻ വിശ്വസിക്കുന്നുമില്ല. ഇനി അർജുൻ അന്വേഷിച്ച് പോകുമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ അവിടെ ഗാർഗിയുടെ കിച്ചണിൽ ശാരികയാണെങ്കിൽ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ തുടച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാർഗിയുടെ മകൻ മൈക്കിൾ എന്നാണ് പേര്, മൈക്കിളാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ശാരിക ഇത് കാണുന്നില്ല. അന്നേരം പിന്നിലൂടെ വന്നിട്ട് ശാരികയുടെ തോളത്ത് ഇങ്ങനെ കൈവയ്ക്കുകയാണ്. അന്നേരം ശാരിക ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തീപ്പെട്ടി വേണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ശാരിക ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗാർഗി അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ തീപ്പെട്ടി വേണമെന്ന് പറയുകയാണ്. അന്നേരം കൊടുക്കുന്നുണ്ട്. പക്ഷേ കടയ്ക്കകത്തുനിന്ന് വലിക്കാനായിട്ട് പറ്റില്ല, പോലീസ് ചുറ്റും നടക്കുകയാണ്, അതുകൊണ്ട് വെളിയിലെങ്ങാനും പൊയ്ക്കോണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യാനായിട്ട് നിങ്ങളും കാണുമല്ലേ എന്ന്. അന്നേരം കാണും, എങ്ങനെയായാലും നീ നന്നായാൽ മതി, അങ്ങനെ ഒരു ചിന്തയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ കത്തിക്കാനായിട്ട് പോകുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഗാർഗി വഴക്ക് പറയുകയാണ്. അന്നേരം പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ബൈക്ക് നിർത്തിയെടുത്ത് പോയി നിന്നിങ്ങനെ കത്തിച്ച് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം കൊണ്ട് അതിന് പുറത്തേക്ക് പോകാൻ നേരമാണെങ്കിൽ ഈ മൈക്കിളാണെങ്കിൽ വല്ലാത്ത നോട്ടം ഇങ്ങനെ ശാരീരികമായിട്ട് മുടി നോക്കുകയാണ്. അന്നേരം ഗാർഗിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഈ മൈക്കിൾ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു തക്കം നോക്കി പിന്നെ മൈക്കിൾ ശാരികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗാർഗി ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന്. അന്നേരം മൈക്കിൾ അവിടെ നിന്ന് ഇങ്ങനെ സ്വത്തെ വലിച്ച ശേഷം പെട്ടെന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല, ശാരികയും ഇവരെയും കാണുന്നില്ല. അന്നേരം വീണ്ടും അകത്തേക്ക് നോക്കുന്നു, കിച്ചണിലേക്ക് പോയി നോക്കുന്നുണ്ട്, അവളെ എവിടെയും കാണുന്നില്ലല്ലോ, ആ തള്ളയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. ഇതേസമയം ഗാർഗിയാണെങ്കിൽ ശാരികയും കൂട്ടിക്കൊണ്ട് ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്നാൽ ശരിയാകില്ല, അവൻ ആ വലിച്ചു കയറ്റിയിരിക്കുന്ന കഞ്ചാവാണ്, അവൻ സ്വന്തം മകനൊക്കെ തന്നെയാണ്, പക്ഷെ അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല,
എന്തൊക്കെയോ വിചാരിച്ച് കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്, ദുഷ്ടൻ എന്ന് പറയുകയാണ്. അന്നേരം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, നിനക്ക് സുരക്ഷിതം സേഫായിട്ടുള്ള മറ്റൊരിടം ഞാൻ കൊണ്ടാക്കാം, അവിടെ നീ എന്തുകൊണ്ടും സുരക്ഷിതയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓട്ടോയിൽ പോവുകയാണ്. മിക്കവാറും അവിടെ പോകുന്നത് അരുണയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ നോക്കാനായിരിക്കും, ശാരിയെ കൊണ്ടാക്കാനായിട്ടായിരിക്കും ഗാർഗി പോകുന്നതൊക്കെ. അതിനുശേഷം അതേ രാത്രി തന്നെയാണ് അവിടെ ശാലിനിയുടെ വീട്ടിൽ. ശാലിനിയാണെങ്കിൽ ഇങ്ങനെ തലവേദന എടുത്ത് ഇങ്ങനെ കട്ടിൽ കിടക്കുകയാണ്. അന്നേരം സത്യയും പപ്പിയും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സത്യമാണെങ്കിൽ ഇങ്ങനെ നെറ്റിയിലേക്ക് ഇങ്ങനെ ബാം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അന്നേരം ഇപ്പം എങ്ങനെയുണ്ട് അമ്മേ തലവേദന ചോദിക്കുകയാണ്. അന്നേരം കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പെട്ടെന്ന് മാറിക്കോളും, ബാമൊക്കെ പുരട്ടിയില്ലെങ്കിൽ കുട്ടികൾ പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ അത് അമ്മയ്ക്ക് തലവേദന കുറഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി, നമ്മൾ പുറത്തിരുന്നോളാം എന്ന് പറയുകയാണ്. അമ്മ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഹാളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കുട്ടികളുടെ ആ ഒരു കെയറിങ് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി കിടക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഉമ്മറത്തേക്ക് വന്നിട്ട് കുട്ടികൾ പറയുന്നുണ്ട്, ബാം പുരട്ടി കൊടുത്തില്ലേ, തലവേദന പെട്ടെന്ന് മാറുമായിരിക്കുമല്ലേ, പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ രണ്ടുപേരും സംസാരിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ടോ, നിനക്കും വിശക്കുന്നുണ്ടോ ചോദിക്കണം പപ്പിയോട്. അന്നേരം എനിക്കും വിശക്കുന്നു എന്നും പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കുട്ടികളുടെ മുഖം കണ്ടിട്ട് എന്താ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് പിന്നെ തലവേദന സുഖമില്ല എന്ന് പറയും. അന്നേരം എന്ത് പറ്റിയെന്ന് ചോദിക്കും. തലവേദനയാണെന്ന് പറയുമ്പോൾ എന്നിട്ട് മരുന്ന് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാം പുരട്ടി കൊടുത്തിട്ടുണ്ട്, കുറയായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ശിവനകത്തേക്ക് കയറുകയാണ്. അന്നേരം പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കുട്ടികളിരിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ചെല്ലുമ്പോൾ ശാലിനി കണ്ണടച്ച് കിടക്കുകയാണ്. അന്നേരം ശിവൻ അടുത്തേക്ക് ചെന്നിട്ട് ഈ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ കൈ വയ്ക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അടുത്തെത്തുമ്പോൾ കൈ വയ്ക്കുന്നില്ല. പിന്നെ ശാലിനിയുടെ ഉറക്കം തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ശിവൻ ഒന്ന് നോക്കിയിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ശിവൻ പോകുന്ന ആ ഒരു ടൈമിൽ ശാലിനി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ആണ് നേരത്തെ കണ്ടതുപോലെ പനി എന്ന് പറയുമ്പോൾ ഇനി നെറ്റിയിലേക്ക് കൈവച്ച് നോക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.